9th month video. നാളെ ചിലപ്പം സംശയമുണ്ട്, ചിലപ്പം ബേബി ഉണ്ടാവും. അറിഞ്ഞൂടാ. നമ്മുടെ കുഞ്ഞു മാവ് ഇത്രയും വലുതായി. കണ്ടോ? ഇങ്ങനെ. അതെ അതെ, ഈ കുഞ്ഞ് ബേബിയുടെ വീഡിയോ എടുക്കും. ਸੁਪਨਾ ਤੇ ਅੱਖ ਨੀ ਮੈਂ ਖੋਲੀ, ਉਹ ਮੇਰੇ ਨਾਲ ਨੱਚਦੀ ਰਹੀ, ਉਹ ਬੁਈਆਂ 'ਚ ਹੱਸਦੀ ਰਹੀ ਸੀ। ਉਹਨੇ ਮੇਰਾ ਨਾਂ ਪੁੱਛਿਆ ਤੇ ਆਪਣਾ ਵੀ ਦੱਸਦੀ। ਉਹ ਕੁੜੀ ਸੱਚੀ ਕਿੰਨੀ ਸੋਹਣੀ, ਕਿੰਨੀ ਕਿੰਨੀ ਜਗਦੀ ਰਕਾਨ ਚੰਨ ਜਿੰਨੀ ਜਿੰਨੀ, ਜੱਜਦੀ ਡਰੈਸ ਉਹਦੇ ਮਿੰਨੀ ਮਿੰਨੀ, ਚੜੀ ਨਸ਼ੇ ਦੇ ਵਾਂਗੂ ਚੜੀ ਚੜੀ, ਬੋਤਲ ਟਕੀਲੇ ਦੀ ਉਹ ਭਰੀ ਭਰੀ, ਸੁਣ ਨਾ ਜਾਏ ਸੀ ਮੈਨੂੰ ਵਰੀ ਵਰੀ। പാറമോൾ ഡെലിവറിക്ക് വേണ്ടി പോകാൻ ഇറങ്ങുകയാണ്. സന്തോഷവതിയായിട്ടാണ്. നമുക്ക് ആലോചിക്കാം വന്നു കഴിയുമ്പോൾ. അതെ, നമുക്കെല്ലാവർക്കും കൂടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ഇനിയിപ്പോൾ പാലായിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. വേറെ ആരും ഇല്ലല്ലോ അവിടെ തന്നെ. ഇവിടെ തന്നെ നമുക്കും സ്റ്റേ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഞാൻ അന്നുകുട്ടി അപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്നായിരുന്നു. ഞാനും നിലയും വളമയും മാമനും അപ്പച്ചനും ഇപ്പം വന്നതേ ഉള്ളൂ. അമ്മയുടെ കയ്യിലൊട്ടിച്ചേക്കുന്ന അഡ്മിഷൻ ഇതാണ്. ചക്കരക്കുട്ടി കണ്ടോ, നാളെ ബേബിനെ എടുക്കും. ദൂരം ഇന്ന് താഴെ എടുത്ത് വെച്ചാൽ മതി, നാളെ രാവിലെ എടുക്കുന്നുണ്ടെങ്കിൽ. നമ്മുടെ ഇതുകൂടെ കുറച്ച് നോട്ടീനസ് കാണിക്കുന്നുണ്ട്. ചിരിച്ചേ. ചിക്കു ചിരിച്ചേ. ഓക്കേ, നമുക്ക് പിന്നെ കാണാം. ഇപ്പം രാത്രിയായി, ചിക്കു കിടക്കാറായി. അമ്മയുടെ കയ്യിൽ ഇപ്പം നേഴ്സ് വന്നായിരുന്നു. കയ്യിൽ ഇത് ഇട്ടു. ഹാർട്ട് ബീറ്റൊക്കെ നോക്കി ഗുളികയൊക്കെ കൊടുത്തു. നമ്മുടെ ചക്കര കുട്ടീനെ കണ്ടില്ലേ? നമുക്ക് എന്ത് ക്യൂട്ടാന്ന് കണ്ടോ? ബേബി നല്ല സുഖമായിട്ടുള്ള കുട്ടന.
വേറൊരു പുസ്തകം കൊണ്ടിട്ടുണ്ട്. പിന്നെ നല്ല ചിക്കു രാത്രിയായി. അപ്പം കുളിക്കാനായിട്ട് പിന്നെ ഇതാണ് ഞാൻ ഇന്ന് കിടക്കാൻ പോകുന്ന ബെഡ്. അമ്മ കുട്ടി ഞാനും അപ്പായും ഇപ്പം ഹോസ്പിറ്റലിൽ നമ്മുടെ ബേബിനെ വാങ്ങി. അമ്മക്കുട്ടി ലേബർ റൂമിലേക്ക് പോയി. നമ്മൾ രണ്ടുപേരും പുസ്തകം കുറേ കടത്ത് കൊണ്ട് അവിടെ പുസ്തകം പോയി. നല്ല രസമാണ്. ഓക്കെ, ഇപ്പം ഒരു ടൈം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ടൈം 5:27 അമ്മിനെ കൊണ്ടുപോയപ്പോൾ ഒരു 5:20 ഒക്കെ ആയപ്പം അമ്മിനെ ലേബർ റൂമിലേക്ക് എത്തി. ഓക്കെ, ബേബി ഉണ്ടായി. സോ ഇറ്റ്സ് എ ഗേൾ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാണിക്കും. അയ്യോ നമ്മളില്ല, തുമ്മുനെ കാണിക്കാം. നമ്മൾ റൂമിലേക്ക് കയറി. ഇവിടെ ബേബിനെ കാണിക്കാം. Baby is a blessing, a gift from heaven above, a precious little angel teacher. നമ്മൾ ഹാപ്പിയാ. ഒരുപാട് പുതിയ ബേബി, നമ്മുടെ ഗേൾ ബേബി. ரொம்ப എക്സൈറ്റഡ് ആണ്. കണ്ട അവളെ മുഖം നോക്കിക്കേ. കണ്ട അവൾ കുഞ്ഞു ബേബിനെ ആക്ട് ചെയ്തോണ്ടിരിക്കുവാണേ. അതെ, ഇത് നമ്മുടെ കുഞ്ഞു ബേബി. ഞാനും കുഞ്ഞു ബേബിയാ. അപ്പായും നമ്മുടെ കുഞ്ഞു ബേബിയാ. എല്ലാവരും നമ്മുടെ കുഞ്ഞു ബേബിയാ. സമയം പെൺകുഞ്ഞാണ്. ബേബിയോ പണി മാത്യൂസ് കുഞ്ഞാവെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിച്ചേ. രണ്ട് ചേട്ടായിയും ചേച്ചിയൊക്കെ ഒന്ന് നോക്കിക്കേ. കണ്ടോ? നോക്കിക്കേ, ഇതാരാന്ന് കൊച്ചൊന്ന് നോക്കിക്കേ. ആൾക്കാരെയൊക്കെ കണ്ടോ? ബേബി 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 കണ്ടോ? എടുക്കണം, ആരെങ്കിലും കയ്യിലെടുക്കുന്ന എടുത്തോ. ബേബി കുട്ടാ, അയ്യോടെ ക്യൂട്ടാ. തുമ്പൂനെ പോലെ നല്ല ക്യൂട്ട് ബേബിയാ. ബേബി 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 ചൂടാണോ? ക്യൂട്ടാ. കുഞ്ഞു കാലായിടാ. ചേച്ചി ചേട്ടാണ്ടിരിക്കുന്ന മോളി എടി നിന്റെ ബേബിയാടി. വേറെ
നീ വിളിച്ചേ? കണ്ട പിള്ളേർ നല്ലടി. നിന്റെ സ്വന്തം അനിയത്തിയാ. ആളെ നോക്കുന്നു അനിയത്തിയെ ചേച്ചിയെ നോക്കുന്നുണ്ട്. വയറ്റിൽ കൊഞ്ചിക്കുമായിരുന്നു, ഇപ്പൊ കൊഞ്ചിക്കുന്നില്ല. അന്നേരം ഭയങ്കര കൊഞ്ചിക്കലായിരുന്നു. വിളിക്ക് എന്താ നോക്കുന്നേ? കുട്ടി എടുക്കുന്നോ? നീ ടൊട്ടന്ന് ഇവിടെ നമ്മുടെ ഗൈനി റിസപ്ഷന്റെ അവിടെ കൊണ്ട് അഡ്മിഷൻ എടുക്കണേ. എന്തോ ഗൈനി റിസപ്ഷന്റെ അവിടെ ഇവിടെ ആ, അഡ്മിഷൻ എടുക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചായയോ ബണ്ണോ എന്നത് ചായയും ഫ്ലാസ്കിൻ്റെ അകത്ത് ചായയോ കാപ്പിയോ എന്നതെങ്കിലും കൊണ്ടുവരും, മേടിച്ചോട്ട് പോലെ കാണിക്കാൻ. എവിടെ കൊടുക്കണ്ടേ? ഇവിടെ ഈ പോസ്റ്റ് നൈറ്റിൽ എഴുതിയിട്ടില്ല, ഇങ്ങോട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സും കൂടെ കൊണ്ടുവരും, നൈറ്റി പാവാട പാൻറ്റീസ് എല്ലാം ഒരു ജോഡി ഡ്രസ്സും ഫ്ലാസ്കിൻ്റെ അകത്ത് ചായയോ കാപ്പിയോ എന്തെങ്കിലും പിന്നെ ബണ്ണോ ബിസ്ക്കറ്റോ സാധനം കഴിഞ്ഞ് കൊടുക്കാൻ അഡ്മിഷന് വിളിച്ച് ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂർ കഴിയുമ്പോൾ അമ്മേനെയും കുഞ്ഞിനെയും കൂടെ റൂമിലോട്ട് ഇറക്കും. ബർത്ത് വെയിറ്റ് 3.38. 3.38. ചെറിയൊരു അമ്മയുടെ അടുത്തോട്ട് കൊടുത്തരാം. ശരി. ഇവിടെ ഈ പോസ്റ്റ് നൈറ്റിൽ എഴുതിയെങ്കിൽ ഇങ്ങോട്ട് സാധനങ്ങൾ കൊടുത്തോളാം. എവിടെ തുമ്മ ബേബിയെ പോലെ ആക്ട് ചെയ്യുക കേട്ടോ. തുമ്മനൊരു സിസ്റ്റർ കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയാ. കണ്ടില്ലേ, ബേബിയെ പോലെ ആക്ട് ചെയ്യുക. ബേബിയെക്കാട്ടിലും നല്ലതല്ലേ ഇച്ചോടെ വലുതാണ് കുട്ടിയെ പോലെ ആയപ്പോൾ. അതെ,
pouch. ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഇഷ്ടപ്പെട്ടോ? പയ്യെ നമുക്ക് ആത്താം കേട്ടോ. വേണോ? എന്നാ ഇല്ല, ഞാനൊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈയൊക്കെ Baby, satu, ഇതാണ് നമ്മുടെ ചിക്ക് വരുന്നു. Idolalo. Return you, baby. Ini macam apa pasal? Ada cakra gigi. പിടിക്കണം അമ്മ പിന്നെ പിടിക്കാം അതൊക്കെ നല്ല സൈഡിൽ പ്രസ് ചെയ്ത് ലെഫ്റ്റ് പ്രസ് ചെയ്ത് ആ ബെഡ്ഷീറ്റ് മാറ്റി അങ്ങനെ
ചിക്കടി, ഹൗ ആർ യു? എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ വയറ് കൊച്ചുകുട്ടിൻ്റെ വയറ് നോർമലായി പോയല്ലേ? അല്ലേ? നോർമലായല്ലേ? അവിടെ ബേബി ഉണ്ട്. ഇതാണ്ട് അയ്യടാ. ചേച്ചിയെ പോലെ തന്നെയാ ഇരിക്കുന്നത്. അവളുടെ അതേ നോക്ക്. കിടന്നുണ്ട് വലിയ ഗുസ്തി പിടിച്ചതല്ലേ. മുടിയൊക്കെ സ്പൈക്ക് ചെയ്തേക്ക് വന്ന മുടി സ്പൈക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ ചേച്ചി അങ്ങനെ നമ്മുടെ കുഞ്ഞു ബേബി കാത്തു. ഇതാണ് അടുത്ത് തന്നെ തുമ്പും ഉണ്ട്. ഇപ്പം ഒരു 7:29 ഒക്കെ ആയി. അപ്പം ഉണ്ടോ നമ്മുടെ അമ്മീനെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് ബെഡ്. ഈ ബെഡ് ഇങ്ങനെ താന്ന് കിടക്കുന്ന അത് പൊക്കാനും വെച്ചു. ഈ റിമോട്ടിന് എല്ലാ കാര്യത്തിലാണ്. വേണ്ടേ അമ്മി ബേബീനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അമ്മി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. തുമ്പുകുട്ടി സാൻഡ്വിച്ച് തുമ്പുകുട്ടി വെച്ച് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അമ്മക്കുട്ടി ഇതാണ്ട് ചിക്കൻ കറി അല്ലേ ഇത്? ചിക്കൻ കറിയും ഇടിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. ബ്രെഡും കുഴപ്പമില്ലല്ലോ. ബ്രെഡ് കുഴപ്പമില്ലല്ലോ. എനിക്ക് ബണ്ണ് കഴിച്ചു പിന്നെ അതെ. നമ്മുടെ ഒരു
അത് വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ ഒരു 2 ലിറ്ററിന് മുകളിൽ തന്നെ എല്ലാ ദിവസവും വെള്ളം എടുത്തിങ്ങനെ കമത്തി കുടിക്കാതെ ഓരോ സിപ്പായിട്ട് ഇറക്കി കുടിക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. ഡീഹൈഡ്രേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ മോരോ തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും പാൽപ്പന്നങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കൂടോ അല്ലെങ്കിൽ ഒരുപാട് പുളിയില്ലാത്ത യോഗട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഒന്ന് ഒരു 11 മണി സമയത്ത് കഴിക്കാൻ നോക്കാം. ഒരുപാട് പുളിയുള്ളത് ഇപ്പം അധികം എടുക്കണ്ട. ഫ്രൂട്ട്സിൽ ഓറഞ്ച് മുന്തിരിയൊക്കെ വാങ്ങിക്കുമ്പോൾ പുളിയില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കാൻ നോക്കാം. കാരണം നമുക്ക് ഇറിറ്റേഷൻ ഒരുപാട് പുളി വരുന്നുണ്ടാവും. ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഏത്തക്കായ ഇപ്പം വേണമെന്നേ. പിന്നെ മാങ്ങയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഒരുപാട് പുളിയില്ല, പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഒരുപാട് നാരുള്ളതുകൊണ്ട് ഒരു ഡൈജഷൻ ഇഷ്യൂ ഇല്ല എങ്കിൽ മാങ്ങ എടുക്കാം. ഒരുപാട് പുളി വെക്കാൻ നോക്കാം. ഇരുമ്പുളി, ചാമ്പങ്ങ, ഉപ്പിലിട്ടത് അതൊന്നും ഇപ്പം അധികം എടുക്കണ്ട. ഫ്രൂട്ട്സൊക്കെ ഒന്ന് തൊലിയൊക്കെ ചെത്തി പുളിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്ത് കടിച്ച് തന്നെ കഴിക്കാൻ നോക്കാം. എപ്പോഴും ജ്യൂസ് ആക്കി അടിക്കരുത്. കാരണം ജ്യൂസ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ നരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടാസ്യവും ഫൈബറും ഒക്കെ അരിക്കുന്നതോടെ നഷ്ടപ്പെട്ടു. പിന്നെ ഗ്ലൂക്കോസ് കണ്ടന്റ് മാത്രമേ എത്തത്തുള്ളൂ. കൂടുതലല്ലാതെ തന്നെ ചൂസ് ചെയ്ത് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പച്ചക്കറികളൊക്കെ വേവിച്ച് തന്നെ പയറുവർഗ്ഗങ്ങൾ നല്ല രീതിയിൽ കഴിക്കാം. ഇപ്പൊ എന്തെങ്കിലും ഗ്യാസിന്റെ ഇഷ്യൂ വരികയാണെങ്കിൽ കടലയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴിക്കാവുന്ന ഇല്ല. ഏത് കടലയാണ് ഒന്ന് പുഴുങ്ങി കഴിയുമ്പോൾ തൊലി ഇങ്ങനെ വരുമല്ലോ, ആ തൊലി ഒന്ന് മാറ്റിയിട്ട് കഴിക്കാനും നോക്കാം. അല്ലെങ്കിൽ പയറൊക്കെ ആണെങ്കിൽ തലേ ദിവസം ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ആയിട്ടുണ്ട്. അമ്മയ്ക്ക് റീഫണ്ട് അല്ല, അമ്മയ്ക്ക് 8000 രൂപയും കൂടെ ബാലൻസ് ഉണ്ട്. നമ്മൾ 20 അടച്ചിരുന്നത്. അമ്മയ്ക്ക് 8000, കുഞ്ഞിന് റീഫണ്ടും ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ളതാണ്. വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കൺസേണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടേഴ്സ് കെയറോ നേഴ്സിംഗ് കെയറോ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശരി, അതല്ലേ നമ്മുടെ ഗൈനക്കോളജി റിസപ്ഷൻ ഇല്ലേ, ടോക്കൺ എടുക്കുന്നത് അവിടെ തന്നെ ഉണ്ട്. മറ്റേ സ്റ്റേ പാസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് അവർ ബില്ല് അവിടെ നിർത്തും. മെഡിസിൻ ആഡത്തിന് വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ബില്ല് അടച്ചു കഴിഞ്ഞാൽ റെസിപ്റ്റ് കൊണ്ട് കാണിച്ച് അവർ അതിവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചെറുപയറൊക്കെ തലേ ദിവസം ഒന്ന് മുളപ്പിച്ചിട്ട് വെള്ളത്തിട്ട് മുളപ്പിച്ചിട്ട് പിറ്റേ ദിവസം തോരൻ വെച്ചാണെങ്കിൽ കഴിക്കുവാണെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ കഴിക്കും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി ഏറെ കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഡൈജഷനും നല്ലതാണ്. നമുക്കൊരു പാലിൻ്റെ പ്രൊഡക്ഷനൊക്കെ നല്ലതാണ്. പണ്ടത്തെ ഒരു ഇല്ല അങ്ങനെയൊന്നും കഴിക്കാണ്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഇപ്പം കപ്പ, മാങ്ങ അങ്ങനത്തെ റൂട്ടിൽ ഐറ്റംസ് ഇപ്പം അധികം എടുക്കണം. കപ്പ, ചക്കയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്ലൈക്കോജൻ കണ്ടന്റ് കൂടുതൽ വരുന്നത് നമുക്ക് ഇപ്പം അത് എടുക്കണ്ട. ഫ്രൈഡ് ഐറ്റംസും വേണം. ഒരുപാട് എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന രീതിയിലുള്ള കറികൾ ഇപ്പം അത് എടുക്കാതെ ഒരു നോർമൽ എരിവിലും പുളിയിലും ഒക്കെ കറി എടുക്കണം. അപ്പം തക്കാളി ഒന്നും ഡയറക്റ്റ് കറി വെച്ച് കഴിക്കാതെ നമ്മൾ അവിയലോ സാമ്പാറോ അതിൻ്റെ കൂടെ പോകുന്നേക്കും. തക്കാളി തീയലാണ് വറുത്തരച്ച് അത് കുഴപ്പമില്ല. വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിന് പ്രശ്നമാണ്. ഡെയിലി അങ്ങനെ തീയലായിട്ട് തേങ്ങ അരച്ച കറികൾ ഒരുപാടുണ്ടെങ്കിൽ അതൊന്നും കുറയ്ക്കാം കേട്ടോ. സ്റ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നോർമലായിട്ട് കഴിക്കാൻ വേണം. അപ്പൊ സ്റ്റിച്ച് കഴിയുന്നവർ ഒരുപാട് എണ്ണ വറുത്തത് ഫ്രൈഡ് ഐറ്റംസ് മീറ്റൊക്കെ നമുക്ക് മാസത്തിൽ 1-2 എടുക്കാം. എന്നുവെച്ചാൽ വീക്കിലി എപ്പോഴും നമ്മൾ റെഡ് മീറ്റ് ഒക്കെ എടുക്കുമെങ്കിൽ വേണ്ട. ചിക്കൻ നമുക്ക് ആഴ്ചയിൽ എടുക്കാം. ചിക്കൻ നല്ല ഹൈ പ്രോട്ടീൻ ആയതുകൊണ്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കുന്നതിന് പ്രശ്നമില്ല. റെഡ് മീറ്റ് ആണ് ഇപ്പോൾ ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ഫ്ലഷ് ഇവിടെ റെഡ് ഷെയ്ഡ് വരുന്നതല്ല. ചിക്കൻ പിന്നെ ഹൈ പ്രോട്ടീൻ നമ്മളോട് ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ചിക്കൻ അത് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ചെയ്യത്തില്ല. അത് ഡീപ് ഫ്രൈ ചെയ്ത് ഒരുപാട് എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ ഗ്രില്ല് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കഴിച്ചോ. നിങ്ങൾ പുറത്തുനിന്ന് ഗ്രില്ല് ചെയ്ത് കാരണം അവരുടെ മസാലാസ് പറയാൻ പറ്റും. ഒരുപാട് എരിവുണ്ടെങ്കിലും ആ കിട്ടാതെ വേണ്ട. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ സ്റ്റിച്ച് കരി ഇപ്പം തന്നെ കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കരിയും. പിന്നെ പാലിൻ്റെ ഉൽപ്പാദനം കൂടാതെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ പ്രോട്ടീൻ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇലക്കറികൾ നല്ല രീതിയിൽ എല്ലാ ദിവസവും ഓരോ നേരം 2 നേരമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ. എല്ലാ കാര്യം ഇപ്പം നമ്മൾ നല്ല രീതിയിൽ പച്ചക്കറികളൊക്കെ ഇപ്പോഴേ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഒരു വീക്ക്നെസ് വരത്തില്ല. നന്നായിട്ട് ഇമ്മ്യൂണിറ്റി ഒക്കെ വീടാക്കും. ശരി, മീനാണ് കാരണം
വറുക്കുമ്പോൾ അതിന് കാൽസ്യം ആണത്. ചെറിയ മീനുകളുണ്ട്, ഒരുപാട് ഫാറ്റി ഫിഷസ് അല്ല, മീനുകൾ. അപ്പം വറുക്കുമ്പോൾ അതിനകത്ത് കാൽസ്യവും പ്രോട്ടീൻ നഷ്ടപ്പെട്ടില്ല. ചെറിയ മീനുകൾ താഴ്ത്ത് കറിയായിട്ട് വെക്കും. പിള്ളേർ കഴിക്കാൻ വറുത്തതാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കും. ഇടയ്ക്ക് രണ്ടുപേർക്കും കാൽസ്യം ആവശ്യമാണ്. ടാബ്ലറ്റ് ആയിട്ട് എടുക്കുന്ന കുറച്ച് ഇതുകൂടെ പോയാലേ ഫീഡ് ചെയ്യുമ്പോൾ അതിന് ബേബിയിലേക്ക് അയക്കുള്ളൂ. പിന്നെ ബേബിക്ക് ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് മധുര പലഹാരങ്ങളോ ഇപ്പം നമുക്ക് ഒരുപാട് പലഹാരങ്ങളൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പം അതൊന്നും കഴിച്ചിട്ട് പെട്ടെന്ന് പോയി ഫീഡ് ചെയ്യില്ല. കാരണം ആ ഒരു ഗ്ലൂക്കോസ് വേരിയേഷൻ പെട്ടെന്ന് ബേബിയിലേക്ക് എത്തും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഫീഡ് ചെയ്യാൻ കേട്ടോ. ശരിയാണ്.